ഇപ്പോൾ ഈ AI ടൂളുകളെ പറ്റി പറഞ്ഞു. അതായത് മനുഷ്യന് വികാരങ്ങളുമായി സംവദിക്കാനുള്ള ശേഷികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മറ്റൊരാളുടെ വികാരങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വാക്കിൽ മാത്രം വിശ്വസിക്കുന്നവരെ നമ്മൾ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ChatGPT പോലുള്ള AI ടൂളുകൾ പറയുന്ന വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അത് വാക്കിലൂടെ പുറത്തേക്ക് പറയുന്ന വികാരങ്ങളെ നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന പച്ചയായൊരു മനുഷ്യൻ്റെ ഫീലിങ്സിനെ, അയാൾ നമ്മളിലേക്ക് വിനിമയം ചെയ്യുന്ന വികാരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു. പകരം ഇത്തരത്തിലുള്ള നിർജീവങ്ങളായിട്ടുള്ള AI ടൂളുകളിൽ നമ്മൾ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ചു പോകുന്ന മാനസികാവസ്ഥയിലേക്ക് അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് പെറ്റ്സ്. ഈ പെറ്റ്സുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധങ്ങൾ ഇന്ന് പഴയതിനേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് മാറി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയും എനിക്ക് മനുഷ്യരുമായി ബന്ധങ്ങൾ മാത്രം എനിക്ക് പ്രശ്നമായിട്ടിരിക്കുന്നത്. ഞാൻ അതിലേക്കും താഴെ പോയിട്ട് ഒരു പട്ടിക്കുട്ടിയുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടാൻ എനിക്ക് കഴിയുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങളോട് തിരിച്ച് നന്ദി പ്രകടിപ്പിക്കുന്ന, നിങ്ങളുടെ ഒരു അടിമയായി ജീവിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് കൊണ്ടാണ് പെറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്, അതിനൊപ്പം ജീവിക്കുന്നത്. അത് മരിച്ചു പോകുമ്പോൾ, ചത്തുപോകുമ്പോൾ നിങ്ങൾക്കതൊരു ട്രോമയാകുന്നത്. അതിൻ്റെ സങ്കടങ്ങളിൽ മാസങ്ങളോട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം ആ പട്ടിക്കുട്ടി നിങ്ങളുടെ അടിമയാണെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായം പറയാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായത്തെ കേൾക്കാനുള്ള സഹിഷ്ണുത നിങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളൊരു മനുഷ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കാതെ ഒരു പട്ടിക്കുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്.